ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 33-ാം ദിവസം കടിഞ്ഞൂൽ സംഹാരം. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 10-11 അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം, 50-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. തുടർച്ചയായി 9 മഹാമാരികളാൽ പ്രഹരിക്കപ്പെട്ടിട്ടും ഇസ്രായേല്യരെ വിട്ടയക്കാതെ ഹൃദയം കഠിനമാക്കി ഫറവോ തുടരുമ്പോൾ 10ാമത്തെ വ്യാധിയിൽ ഫറവോ ജനങ്ങളെ ഒന്നാകെ വിട്ടയക്കും എന്ന് കർത്താവ് മോശയോട് അരുൾ ചെയ്യുന്നു. അതനുസരിച്ച് യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും ഇസ്രായേല്യർക്ക് നിർദ്ദേശം നൽകുന്നു. അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ അഭിഷേകം ചെയ്യുന്ന ഭാഗവും ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് നാം ഇന്നേ ദിവസം വായിച്ചു കേൾക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം, 8-ാം ബാധ. വെട്ടുകിളികൾ നിറയുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. അവൻ്റെ ഹൃദയവും അവൻ്റെ ദാസരുടെ ഹൃദയവും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. ഇത് അവൻ്റെ മധ്യേ എൻ്റെ ഈ അടയാളങ്ങൾ പതിക്കേണ്ടതിനും ഞാൻ ഈ ഈജിപ്തുകാരെ വിഡ്ഢികളാക്കിയ കാര്യവും അവർക്കിടയിൽ ഞാൻ ചെയ്ത എൻ്റെ അടയാളങ്ങളും നിൻ്റെ മകൻ്റെയും മകൻ്റെ മകൻ്റെയും ശ്രവണപുടങ്ങളിൽ ഓതേണ്ടതിനുമാണ്. അങ്ങനെ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്നു. അവർ അവനോട് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ എത്ര നാളത്തേക്ക് നീ വിസമ്മതിക്കും? എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ ഇതാ നാളെ ഞാൻ വെട്ടുകിളിയെ നിൻ്റെ ഭൂപ്രദേശത്ത് വരുത്തും. ഭൂമി കാണാൻ പറ്റാത്ത വിധം അത് ഭൂദൃശ്യം മറയ്ക്കും. കൽമഴയിൽ നിന്ന് നിങ്ങൾക്കായി വിട്ടുകിട്ടിയ അല്പാവശേഷം അത് തിന്നൊടുക്കും. നിങ്ങൾക്കായി വയലിൽ തളിർത്ത വൃക്ഷങ്ങളെല്ലാം അവ തിന്നും. നിൻ്റെ പിതാക്കന്മാരും പിതാക്കന്മാരുടെ പൂർവികരും അവർ മണ്ണിൽ ആവിർഭവിച്ച ദിവസം മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിൻ്റെ ഭവനങ്ങളും നിൻ്റെ എല്ലാ സേവകരുടെയും ഭവനങ്ങളും എല്ലാ ഈജിപ്തുകാരുടെയും ഭവനങ്ങളും അവ കൊണ്ട് നിറയും. അനന്തരം അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോയി. ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, എത്ര നാളത്തേക്ക് ഇയാൾ നമുക്കൊരു കെണിയാകും? തങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കാൻ ഈ ആളുകളെ വിട്ടയച്ചാലും ഈജിപ്ത് നശിക്കുകയാണെന്ന് ഇനിയും അങ്ങ് അറിയുന്നില്ലേ? മോശയും അഹ്റോനും ഫറവോയുടെ പക്കൽ തിരികെ ആനീതരായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കുവിൻ. എന്നാൽ പോകുന്നവർ ആരെല്ലാം? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവാക്കളോടും വൃദ്ധരോടുമൊപ്പം ഞങ്ങൾ പോകും. ഞങ്ങളുടെ പുത്രീപുത്രന്മാരോടും ആടുമാടുകളോടുമൊപ്പം ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഉത്സവമാണ്. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അയച്ചെങ്കിലല്ലേ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. കാണുവിൻ, തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് കാപട്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. നിങ്ങൾ പുരുഷന്മാർ പോയി കർത്താവിനെ സേവിക്കുവിൻ. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർന്നവരെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറത്താക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്ത് ദേശത്തിന്മേൽ വെട്ടുകിളിക്കായി നിന്റെ കൈ നീട്ടുക. അങ്ങനെ അത് ഈജിപ്ത് ദേശത്ത് വന്നു കയറി കൽമഴ അവശേഷിപ്പിച്ചവയെല്ലാം, അതായത് നാട്ടിലെ ഓരോ സസ്യവും തിന്നൊടുക്കട്ടെ. മോശ തൻ്റെ വടി ഈജിപ്ത് ദേശത്തിന്മേൽ നീട്ടി. കർത്താവ് ആ പകൽ മുഴുവനും രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റ് വീശാനിടയാക്കി. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളിയെ വഹിച്ചുകൊണ്ടുവന്നു. വെട്ടുകിളി ഈജിപ്ത് നാട്ടിലാകെ വന്നു കയറി. ഈജിപ്ത് ഭൂപ്രദേശം മുഴുവൻ
അവ സ്വൈര്യവിഹാരം നടത്തി. അവ വളരെ ശക്തമായിരുന്നു. തീർച്ചയായും അതിനു മുമ്പ് അതുപോലെ വെട്ടുകിളി ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഉണ്ടാവുകയുമില്ല. തീർച്ച. അത് നാട് മുഴുവനും ദൃശ്യം മറച്ചു. നാടിരുണ്ടു. കൽമഴ അവശേഷിപ്പിച്ചിരുന്ന നാട്ടിലെ ഓരോ സസ്യവും വൃക്ഷഫലവും അത് കാർന്നു നിന്നു. ഈജിപ്ത് ദേശത്താകമാനം മരത്തിലും വയൽച്ചെടിയിലും ഒരു പച്ചയും അവശേഷിച്ചില്ല. ഫറവോ മോശയെയും അഹ്റോനെയും വിളിക്കാൻ തിടുക്കപ്പെട്ടു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായും നിങ്ങൾക്കെതിരായും ഞാൻ പാപം ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം കൂടി എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഈ മരണം എന്നിൽ നിന്ന് വിട്ടകലേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. അവൻ ഫറവോയുടെ പക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് വളരെ ശക്തമായ കടൽക്കാറ്റ് തിരിച്ചുവിട്ടു. അത് വെട്ടുക്കിളിയെ സംവഹിച്ച് ചെങ്കടലിലേക്ക് എറിഞ്ഞു. ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിലെങ്ങും ഒരു വെട്ടുകിളിയും അവശേഷിച്ചില്ല. കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അതിനാൽ അവൻ ഇസ്രായേല്യരെ വിട്ടയച്ചില്ല. 9-ാം ബാധ. അന്ധകാരം വ്യാപിക്കുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഈജിപ്ത് ദേശത്ത് ഇരുട്ട്, തൊട്ടറിയാവുന്ന ഇരുട്ട് ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. ഈജിപ്ത് ദേശം മുഴുവൻ 3 ദിവസം കൂരിരുട്ടുണ്ടായി. അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തേക്ക് ആരും നിലത്തുനിന്ന് എഴുന്നേറ്റില്ല. എന്നാൽ ഇസ്രായേലരെല്ലാം തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങളുടെ ആടുമാടുകൾ മാത്രം ശേഷിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാൻ ഒന്നുകിൽ നീ ബലികളും ഹോമയാഗങ്ങളും ഞങ്ങളുടെ കയ്യിൽ തരേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരേണ്ടതുണ്ട്. ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. കാരണം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത്. എങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് അവിടെ എത്തുന്നതുവരെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അതിനാൽ അവരെ വിട്ടയക്കാൻ അവൻ മനസ്സായില്ല. ഫറവോ അവനോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. ഒരിക്കൽ കൂടി നീ എൻ്റെ മുഖം കാണുന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ എൻ്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ മോശ പറഞ്ഞു, നീ ശരിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ മുഖം കാണുക എന്നത് ഇനി സംഭവിക്കുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 10-ാം ബാധ. കടിഞ്ഞൂൽ സംഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു വ്യാധി കൂടി ഞാൻ ഫറവോയുടെയും ഈജിപ്തിൻ്റെയും മേൽ വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും. അവൻ വിട്ടയക്കുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെ ഒട്ടാകെ അവൻ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരിൽ നിന്നും ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളി ഉരുപ്പടികളും ആവശ്യപ്പെടണമെന്ന് നീ ജനത്തിൻ്റെ ചെവികളിൽ പറയണം. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ജനത്തോടുള്ള പ്രീതി കർത്താവ് ഉളവാക്കി. മാത്രമല്ല, ഈജിപ്ത് ദേശത്ത് ഫറവോയുടെ സേവകരുടെ ദൃഷ്ടികളിലും ജനത്തിൻ്റെ ദൃഷ്ടികളിലും മോശ എന്ന വ്യക്തി വളരെ വലിയവനുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, അർദ്ധരാത്രിയോടെ ഞാൻ ഈജിപ്തിന് മധ്യേ കടന്നുപോകും. ഈജിപ്ത് നാട്ടിലെ സകല കടിഞ്ഞൂലും മരിക്കും. തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഫറവോയുടെ കടിഞ്ഞൂൽ മുതൽ തിരികല്ലിനു പിന്നിലെ പരിചാരികയുടെ കടിഞ്ഞൂലും കന്നുകാലിയുടെ കടിഞ്ഞൂലും വരെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ആവർത്തിക്കില്ലാത്തതുമായ വലിയ നിലവിളി ഈജിപ്ത് നാട്ടിലെങ്ങും ഉണ്ടാകും. എന്നാൽ ഈജിപ്തിനും ഇസ്രായേലിനുമിടയിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് നിങ്ങളറിയാൻ ഇസ്രായേലിൽ മനുഷ്യൻ മുതൽ മൃഗം വരെ ആർക്കുനേരെയും നായ മുരളുകയില്ല. അപ്പോൾ നിൻ്റെ ഈ സേവകരെല്ലാം എൻ്റെ പക്കലേക്കിറങ്ങി താങ്കളും താങ്കൾക്ക് കീഴിലുള്ള സമസ്ത ജനവും പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമിക്കും. അതിനുശേഷം ഞാൻ പുറപ്പെടും. അവൻ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈജിപ്ത് ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോ നിങ്ങളെ ഗവനിക്കുകയില്ല. ഫറവോയുടെ സന്നിധിയിൽ മോശയും അഹ്റോനും ഈ അത്ഭുതമെല്ലാം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേലരെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയച്ചില്ല. ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം. പുരോഹിതാഭിഷേകം. കർത്താവ് മോശയോട് പ്രകാരം പറഞ്ഞു, അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും വസ്ത്രങ്ങൾ, അഭിഷേകതൈലം, പാപമുക്തിയാഗത്തിനുള്ള മൂരി, 2 മുട്ടാടുകൾ, പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ട എന്നിവയും കൊണ്ടുവരിക.
സമൂഹം മുഴുവനെയും സമാഗമ കൂടാരവാതിൽക്കൽ സമ്മേളിപ്പിക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. സമൂഹം സമാഗമ കൂടാരവാതിൽക്കൽ സമ്മേളിച്ചു. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, അനുഷ്ഠിക്കാനായി കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. അനന്തരം മോശ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും അടുത്തു വരുത്തി അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്തു. അവൻ്റെ മേൽ നീലയങ്കി അണിയിച്ചു. അവനെ അരപ്പട്ട കൊണ്ട് ചുറ്റി. അവനെ കുറിയ അങ്കി ധരിപ്പിച്ചു. അതിൻ്റെ മേൽ പ്രധാന അങ്കി അണിയിച്ചു. പ്രധാന അങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് ചുറ്റി. അവനെ അതുകൊണ്ട് അരമുറുക്കി. അവൻ്റെ മേൽ ഉരസ്ത്രാണമിട്ടു. ഉരസ്ത്രാണത്തിലേക്ക് ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. അവൻ്റെ ശിരസിന്മേൽ ശിരോവസ്ത്രം വച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വിശുദ്ധിയുടെ കിരീടം, അതായത് സ്വർണത്തിൻ്റെ പുഷ്പം വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ അഭിഷേക തൈലമെടുത്ത് ആലയവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. അങ്ങനെ അവ വിശുദ്ധീകരിച്ചു. അതിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അവൻ 7 പ്രാവശ്യം തൂകി. അവൻ ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അവ വിശുദ്ധീകരിക്കുന്നതിനായി അഭിഷേകം ചെയ്തു. അഹ്റോനെ വിശുദ്ധീകരിക്കാനായി അവൻ്റെ ശിരസിന്മേൽ കുറച്ച് അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. അഹ്റോൻ്റെ പുത്രന്മാരെയും മോശ അടുത്തു കൊണ്ടുവന്ന് അവരെ നിലയങ്കി അണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും അവർക്ക് തലപ്പാവ് ചുറ്റുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ കൊണ്ടുവന്നപ്പോൾ അഹ്റോനും അവൻ്റെ പുത്രന്മാരും പാപമുക്തിയാഗത്തിനുള്ള മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ വച്ചു. അറുത്ത് രക്തമെടുത്ത് മോശ തൻ്റെ വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ ചുറ്റും പുരട്ടി. അവൻ ബലിപീഠം ശുദ്ധീകരിച്ച് രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. അതിന്മേൽ പരിഹാരമനുഷ്ഠിക്കാനായി അതിനെ വിശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള മേധസ് മുഴുവനും കരളിൻ്റെ കൊഴുപ്പും പാളിയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും മോശയെടുത്ത് ബലിപീഠത്തിൽ ധൂമിച്ചു. മൂരിയെ, അതായത് അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവ പാളയത്തിന് വെളിയിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. ഹോമയാഗത്തിനുള്ള മുട്ടാടിനെ അവൻ അടുത്തു കൊണ്ടുവന്നു. അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മുട്ടാടിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു. തലയും കഷ്ണങ്ങളും കൊഴുപ്പും മോശ ധൂമിച്ചു. മോശ അതിൻ്റെ ആന്തരാവയവവും കാൽവണ്ണകളും വെള്ളത്തിൽ കഴുകി മുട്ടാടിനെ മുഴുവനും ബലിപീഠത്തിൽ ധൂമിച്ചു. അത് ഹോമയാഗമായിരുന്നു. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അവൻ 2ാമത്തെ മുട്ടാടിനെ, പ്രതിഷ്ഠാപന യാഗത്തിനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവന്നു. അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് കുറച്ച് രക്തമെടുത്ത് അഹ്റോൻ്റെ കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി. തുടർന്ന് അവൻ അഹ്റോൻ്റെ പുത്രന്മാരെ അടുത്തു വരുത്തി രക്തത്തിൽ നിന്ന് അവരുടെ വലത്ത് കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി. മോശ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മേധസ്സും കൊഴുത്ത വാലും കുടലിന്മേലുള്ള മേധസ്സും മുഴുവനും കരളിൻ്റെ കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തു കുറകും അവനെടുത്തു. കർത്തൃസന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കൂട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരപ്പം, ഒരെണ്ണ വട, ഒരു അട എന്നിവ എടുത്ത് മേധസ്സുകളിന്മേലും വലത്തു പുറകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോൻ്റെ കൈക്കുമ്പിളിലും അവൻ്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും വെച്ചു കൊടുത്തു. അവ അവൻ കർത്തൃസന്നിധിയിൽ നിരാഞ്ജനം ചെയ്തു ഒഴിഞ്ഞു. മോശ അവ അവരുടെ കൈക്കുമ്പിളിൽ നിന്നെടുത്ത് ഹോമയാഗത്തിനുമേൽ ബലിപീഠത്തിൽ ധൂമിച്ചു. അത് പ്രതിഷ്ഠാപന യാഗമാണ്, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. മോശ നെഞ്ചെടുത്ത് കർത്തൃസന്നിധിയിൽ നിരാജനം ചെയ്തു. അതായിരുന്നു പ്രതിഷ്ഠാപന യാഗത്തിൻ്റെ മുട്ടാടിൽ നിന്ന് മോശയ്ക്കുള്ള വിഹിതം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള കുറച്ച് രക്തവുമെടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രങ്ങളുടെ മേലും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രങ്ങളുടെ മേലും തളിച്ചു. അങ്ങനെ അവൻ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളും
അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാര വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കുവിൻ. അഹ്റോനും പുത്രന്മാരും അത് ഭക്ഷിക്കണം എന്ന് ഞാൻ കൽപ്പിച്ചതുപോലെ അതും പ്രതിഷ്ഠാപന യാഗത്തിൻ്റെ കുട്ടികളുടെ അപ്പവും അവർ അവിടെ വെച്ച് ഭക്ഷിക്കട്ടെ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ പ്രതിഷ്ഠാപന ദിനങ്ങൾ പൂർത്തിയാകുന്ന ദിനം വരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. എന്തെന്നാൽ അവിടുന്ന് 7 ദിവസത്തേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കും. കർത്താവ് ഇന്ന് നിർവഹിച്ചതിന് പ്രകാരം നിങ്ങളെ പ്രതി പരിഹാരമനുഷ്ഠിക്കാനാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ അനുശാസനം പാലിച്ചുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരവാതിൽക്കൽ കഴിയുവിൻ. അങ്ങനെ നിങ്ങൾ മരിക്കാതിരിക്കും. എന്തെന്നാൽ അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് മോശ വഴി കൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അഹ്റോനും അവൻ്റെ പുത്രന്മാരും നിറവേറ്റി. സങ്കീർത്തനം 50. കൃതജ്ഞത യഥാർത്ഥ ബലി. ആസാഫിൻ്റെ കീർത്തനം. ദൈവം തമ്പുരാനായ കർത്താവ് സംസാരിക്കുകയും സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയും ചെയ്യുന്നു. സൗന്ദര്യത്തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുമ്പിൽ തീ എരിയുന്നു, അവിടുത്തെ ചുറ്റും ശക്തമായി കൊടുങ്കാറ്റടിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വിധിക്കുവാൻ മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയോട് ചേർന്ന് എൻ്റെ ഉടമ്പടി ഉറപ്പിച്ചിട്ടുള്ള എൻ്റെ ഭക്തരെ എനിക്കായി ഒന്നിച്ചു ചേർക്കുവിൻ. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിക്കുന്നു. എന്തെന്നാൽ ദൈവം തന്നെയാണ് ന്യായാധിപൻ. സലാം. എൻ്റെ ജനമേ കേൾക്കുക, ഇസ്രായേലെ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകട്ടെ. നിൻ്റെ ദൈവമായ ഞാനാണ് ദൈവം. നിൻ്റെ ബലികളെക്കുറിച്ചല്ല നിന്നെ ഞാൻ ശാസിക്കുന്നത്. നിൻ്റെ ദഹനയാഗങ്ങൾ നിരന്തരം എൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ വീട്ടിൽ നിന്ന് മൂരിയെ ഞാൻ സ്വീകരിക്കുകയില്ല. നിൻ്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് മുട്ടാടുകളെയും. ഓരോ കാനന ജീവിയും എൻ്റേതു തന്നെ. ആയിരക്കണക്കിന് കന്നുകളിലെ മൃഗങ്ങളും ആയിരക്കണക്കിന് കുന്നുകളിലെ മൃഗങ്ങളും പർവ്വതങ്ങളിലെ ഓരോ പറവയെയും ഞാൻ അറിയുന്നു. വന്യജന്തുജാലം എന്നോടൊപ്പമുണ്ട്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ളവയും എൻ്റേതാണല്ലോ. ഞാൻ കാളക്കൂറ്റന്മാരുടെ മാംസം തിന്നുമോ? മുട്ടാടുകളുടെ രക്തം കുടിക്കുമോ? നീ ദൈവത്തിന് കൃതജ്ഞതാ ബലി അർപ്പിക്കുക. അത്യുന്നതനുള്ള നിൻ്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥത്തിൻ്റെ ദിനത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ അതിൽ നിന്ന് വിടുവിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ ചട്ടങ്ങൾ വിവരിക്കാനും എൻ്റെ ഉടമ്പടി നിൻ്റെ അധരത്തിൽ വഹിക്കാനും നിനക്കെന്ത് കാര്യം? എന്നാൽ നീ ശിക്ഷണം വെറുക്കുന്നു. എൻ്റെ വചനങ്ങൾ നീ പുറന്തള്ളുന്നു. കള്ളനെ കണ്ടാൽ നീ അവനുമായി കൂട്ടുകൂടും. വ്യഭിചാരികളോടൊത്താണ് നിൻ്റെ ഓഹരി. നിൻ്റെ വായ് നീ തിന്മയ്ക്ക് അഴിച്ചുവിട്ടിരിക്കുന്നു. നിൻ്റെ നാവ് വഞ്ചന കൂട്ടിയിണക്കുന്നു. നീ ഇരുന്ന് നിൻ്റെ സഹോദരനെതിരായി സംസാരിക്കുന്നു. നിൻ്റെ മാതൃതനയനെതിരെ അധിക്ഷേപം നടത്തുന്നു. നീ ഇവ ചെയ്തു. ഞാൻ മൗനം ദീക്ഷിച്ചപ്പോൾ നിന്നെപ്പോലെ തന്നെയാണ് ഞാനെന്ന് നീ കരുതി. ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ മുമ്പിൽ അവ നിരത്തും. സർവേശ്വരനെ മറക്കുന്നവരെ ഇത് ബോധ്യപ്പെട്ടുകൊള്ളുവിൻ. അല്ലെങ്കിൽ മോചിപ്പിക്കാൻ ആരുമില്ലാതെ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അവൻ ജീവിതചര്യ ക്രമപ്പെടുത്തുന്നവനാണ്. ദൈവിക രക്ഷ ആസ്വദിക്കാൻ അവന് ഞാൻ ഇടയാക്കും.